ബാക്കിയുള്ള അതർ കൺട്രീസിലുള്ളവർക്കൊക്കെ റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. ഈ മാളിക പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാവും? അതെ, ഹവ മഹലിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് ജയ്പൂർ പട്ടണത്തിന്റെ എല്ലാ ഭാഗവും ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന എവിടെയാണെന്ന് അറിയാലോ. ഗൈസ്, അപ്പോൾ നമ്മൾ ജയ്പൂർ കാറ്റുകളുടെ മാളിക എന്നറിയപ്പെടുന്ന ഹവ മഹൽ കയറി നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലേ. അപ്പം മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ രാജസ്ഥാനിലെ വ്ളോഗ് മുന്നേ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ കൂടുക, എന്നിട്ട് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. അപ്പോൾ ജയ്പൂർ നഗരത്തിലെ കാഴ്ചകൾ വെച്ചാൽ അതിമനോഹരമാണ്. പിങ്ക് സിറ്റി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് പിങ്ക് കളറിലുള്ള അതേ പാറ്റേണിലുള്ള കുറേ ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഹവ മഹലിൻ്റെ എൻട്രൻസിലോട്ടാണ്. നമ്മളിപ്പം ഹവ മഹലിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ ജയ്പൂരിൽ ഹവ മഹൽ കാണാൻ വേണ്ടി 52 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹവ മഹലിലോട്ട് എൻട്രൻസ് കയറാൻ പറ്റും. ഇന്ത്യക്ക് ഇന്ത്യൻസിനൊക്കെ 52, പിന്നെ ബാക്കിയുള്ള അതർ കൺട്രീസിലുള്ളവർക്കൊക്കെ റേറ്റിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. നമ്മളിപ്പം ഉണ്ടായിരുന്നാലും 300 കൂടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഹവാ മഹലിലോട്ട് കയറാൻ വേണ്ടി പോകാൻ 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണികഴിപ്പിച്ചത്. 5 നിലകളിലായിട്ടാണ് ഈ മാളിക ഉള്ളത്. സ്ത്രീകൾക്ക് പുറംലോകമൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കിളിവാതിലുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നല്ല ഹൈറ്റിലൊക്കെ ഒത്തിരി കിളിവാതിലുകളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 983 എങ്ങാണ്ട് ജനലുകൾക്ക് ഫുൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലൂടെയൊക്കെ നടന്ന് നമ്മൾ നേരെ അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നിന്നിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ടുള്ള ഹവ മഹലിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ലാൽചന്ദ് ഉസ്ത എന്ന ശില്പിയാണ് രാജപുത്ര ശൈലിയിലുള്ള മാളിക ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിത്തറയില്ലാതെയാണ് ഈ മാളിക പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാവും? അതെ, അടിത്തറ കെട്ടാതെയാണ് ഈ ഹവ മഹൽ ഈ പണിതിട്ടുള്ളത്. ഇത്രയും ഹൈറ്റിൽ മുഗൾ വാസ്തു നിർമ്മാണ രീതിയിലാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹവ മഹലിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് ജയ്പൂർ പട്ടണത്തിന്റെ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഈ കൊട്ടാരത്തിൽ ഉള്ള സ്ത്രീകൾക്ക് പുറം ലോകത്തുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന ആ ചെറിയ ജനലുകളില്ലേ, ആ കിളിവാതിലുകൾ, അതേപോലത്തെ കിളിവാതിലുകൾ ഓപ്പൺ ചെയ്തിട്ട് വേണം അവർക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. കാര്യം വെച്ചാൽ അവർക്ക് പുറം ലോകമായിട്ടൊക്കെ വേറെ ഒരു തരത്തിലും ഉള്ള ഒരു ഇറങ്ങാനോ അവർക്ക് പുറം ലോകമായിട്ട് ആൾക്കാർ ഇവരെ കാണാനോ ഒന്നും പാടില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോയിരുന്നത്.
രാജസ്ഥാനിലെ ജയ്പൂർ സ്ഥിതി ചെയ്യുന്ന സവിശേഷ ശൈലിയിലുള്ള മാളികയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഹവ മഹൽ 1999 സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ കൂടുകളൊക്കെ ചേർത്തിട്ടും പിന്നെ 5 നിരകളായിട്ടുള്ള ഈ മാളിക സ്ത്രീകൾക്ക് പക്ഷെ പുറം ലോകമായിട്ട് വീക്ഷിക്കാനൊന്നും കഴിയാത്ത തരത്തിലുള്ളതാണ്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പരതയും ഇതൊന്നും ഇടാൻ പറ്റാത്ത ഒരു കാലത്തായിരുന്നു ഇതിന്റെ നിർമ്മാണം നടന്നിരുന്നത്. ഇതിനാണ് ഹവ മഹൽ. ഗായ്സ് കണ്ടു നോക്കുക, നിങ്ങൾ ഇത്ര മനോഹരമാണെന്ന് നോക്കിയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശങ്ങൾ. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് രാജാക്കന്മാരുടെ സ്ഥലം. റോയൽസ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ രീതിയിലൂടെ എൻ്റെ ബ്ലോഗ്സിലുള്ള വരും ബ്ലോഗ്സുകളെല്ലാം രാജസ്ഥാൻ്റെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ബ്ലോഗ്സുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.